സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ബ്ലോക്ക് സോച്ച് തന്നെയാണ്. എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ ബ്ലോക്ക് സോച്ച് തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ എന്താണ് പോയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെനം കഴിച്ചു. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ട് ഗിവ് അവേ ചെയ്യും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഗൈസ് എന്താണ് അയാൾ വീഡിയോയിൽ വന്നിട്ട് മിയോ പറഞ്ഞതിൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ഫ്രണ്ട്. അവൻ പറഞ്ഞു എന്നാൽ അക്കൗണ്ടൊന്നും ഗിവ് അവേ ചെയ്യേണ്ട, നമ്മുടെ ഫ്രണ്ട്ഷിപ്പേ മതി പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് ഗിവ് അവേ ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് ക്രിയേഷൻ ഫൂട്ടും ഫോണിക്സ് ഫൂട്ടും ഗിവ് അവേ ആയിട്ട് തരും. രണ്ടെണ്ണം ഒരുമിച്ച് ഇല്ല, ഏതെങ്കിലും ഒന്നേ തരുള്ളൂ. നമ്മൾ എന്താണ് ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തില്ല ഗിവ് അവേൻ്റെ. എപ്പോഴെങ്കിലും ക്രിയേഷനോ ഫോണിക്സോ തരും ഗൈസ്. അപ്പോൾ നമ്മൾ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പറയാം. പിന്നെ ഏത് ഫൂട്ടാണ്, ക്രിയേഷനാണോ ഫോണിക്സ് ആണോ ഗിവ് അവേ ചെയ്യുന്നതെന്നും കൂടെ പറയാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പറയാൻ വന്നത് വന്നിട്ട് എക്സിനെ കുറിച്ചാണ്. പുതിയ അപ്ഡേറ്റിൽ ഈസ്റ്റർ അപ്ഡേറ്റ് ആണ് ഗൈസ്. അപ്പോൾ അതിൽ എഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 500-600 എഗ്സൊക്കെ ഉണ്ട് ഗൈസ്. ആദ്യം എൻ്റെ കയ്യിൽ 16 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സെക്കൻഡ് സീല് ഗാച്ചൻ്റെ അടുത്ത് പോയിട്ട് റോള് ചെയ്തു. അങ്ങനെ റോള് ചെയ്ത സമയത്ത് എനിക്ക് ഗാച്ച എഗ്ഗ് 2 പ്രാവശ്യം കിട്ടി ഗൈസ്. അങ്ങനെ എൻ്റെ എഗ്സും കൂടി എന്താണ് എത്ര 16-5 നിന്ന് ഞാൻ ഗാച്ച എഗ്ഗ് കിട്ടിയപ്പോൾ 2 പ്രാവശ്യം കിട്ടിയപ്പോൾ എൻ്റെ എഗ്സൊക്കെ കൂടി ഇപ്പോൾ 500 എത്രയോ ആയി തോന്നുന്നു. പാതിമുക്കാലും ഗാച്ച എഗ്ഗിന്ന് കിട്ടിയതും പാതിമുക്കാലും ഞാൻ കളക്ട് ചെയ്തതുമാണ്. ഈ എഗ്ഗ് പറയുന്ന സമയത്ത് ഇത് ഫസ്റ്റ് സീല്, സെക്കൻഡ് സീല്, തേർഡ് സീല് വരെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ എല്ലാവരുടെയും കിട്ടും. ഫസ്റ്റ് സീല്, സെക്കൻഡ് സീല്, തേർഡ് സീല് എവിടെ വേണമെങ്കിൽ ഏത് ഐലൻഡിൽ പോയാലും നമ്മൾക്ക് എഗ്സൊക്കെ കിട്ടും. എഗ്ഗ് ടോക്കണാണ് ഗൈസ്. പിന്നെ നമ്മൾക്ക് എന്താണ് മറ്റേ എഗ്ഗ് പറയുന്ന സമയത്തില്ലേ, ആദ്യം ഒരു നീല കളറുള്ളൊരു സാധനം വരും. അതിൻ്റെ അകത്ത് പോയി നിന്ന് വെച്ച് നമ്മൾ തെറിച്ചൊക്കെ പോകും ഗൈസ്. അപ്പോൾ നമ്മൾക്ക് എഗ്ഗ് കിട്ടും. ഇപ്പം നമ്മുടെ കയ്യിൽ 589 ഉണ്ട്, 589. അപ്പം നമ്മുടെ കയ്യിൽ കുറേ എഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ വെനമൊക്കെ കഴിച്ചു. ആദ്യം എൻ്റെ കയ്യിൽ വെനത്തിൻ്റെ മാസ്റ്ററി വന്നായിരുന്നു. പിന്നെ നമ്മൾ മാസ്റ്ററി 51 ആക്കി ഗൈസ്. ഇപ്പോൾ 2 അബിലിറ്റി കൂടി. പിന്നെ ഗൈസ് നമ്മുടെ കയ്യിൽ ഇനി നമ്മൾക്ക് സ്കൾ ഗിറ്റാറിൻ്റെ അബിലിറ്റീസ് ഒന്നും കൂടെ അൺലോക്ക് ചെയ്യാനുണ്ട് ഗൈസ്. എല്ലാം നമ്മളിപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഗൈസ് നമ്മൾക്ക് റോളും ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്ര എഗ്ഗ് കിട്ടി എന്നുള്ളതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്ര എഗ്ഗ് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. പിന്നെ എന്തായാലും ഫ്രീ ഫയർ BGMI വീഡിയോസൊക്കെ എന്തായാലും വരും ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി എനിക്ക് വേണ്ടത് മറ്റേ വെനത്തിൽ ട്രാൻസ്ഫോർമേഷനാണ്. അതും കൂടെ നമ്മൾ അൺലോക്ക് ചെയ്യും. അതൊക്കെ വെനത്തിലെ എല്ലാ അബിലിറ്റീസും അൺലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. ഇപ്പം നമ്മൾക്ക് 2 അബിലിറ്റീസൊക്കെ കാണിച്ചു തരാം ഗൈസ്. പിന്നെ വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മൾ റോളൊക്കെ ചെയ്യുന്ന സമയത്തില്ലേ, ഓരോ അബിലിറ്റീസ് ഇട്ടിട്ട് റോള് ചെയ്യുമ്പോൾ നല്ല ലക്കും കൂടെ കിട്ടും ഗൈസ്. അപ്പോൾ അപ്പുറത്തൊരു എഗ്ഗ് ഉണ്ട് ഗൈസ്, ഒരു നീല കളർ സാധനം കണ്ട, അതിൻ്റെ അകത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തെറിച്ച് പോവും. അങ്ങനെ തെറിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു എഗ്ഗ് ഓപ്പൺ ആവും. ആ എഗ്ഗ് നമ്മൾ എടുക്കണം. ചില എഗ്ഗൊന്നും സ്റ്റോർ ആവില്ല. ആ എഗ്ഗൊക്കെ നമ്മൾക്ക് ഡ്രോപ്പ് ചെയ്യണം. ഇപ്പം നമ്മുടെ കയ്യിൽ 19 ഉണ്ട് ഗൈസ്. അപ്പോൾ ചില എഗ്ഗൊന്നും സ്റ്റോർ ആവില്ല. ആ എഗ്ഗൊക്കെ നമ്മൾ ലാവയിൽ അല്ലെങ്കിൽ എയറിലൊക്കെ പോയി ഡ്രോപ്പ് ചെയ്യണം. എയറിൽ ഡ്രോപ്പ് ചെയ്യുക മീൻസ് നമ്മളിങ്ങനെ ചാടി പോയി നല്ല ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ എയറിൽ കൂടെ അങ്ങനെ താഴെ വീണിട്ട് അതൊക്കെ പൊട്ടും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്പോഴേ പറഞ്ഞില്ല അബിലിറ്റീസൊക്കെ കാണിച്ചു തരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വെനത്തിൻ്റെ അബിലിറ്റീസ്. 2 നമ്മളിപ്പോൾ അൺലോക്ക് ചെയ്തിട്ടുള്ളൂ. മാസ്റ്ററി 51 ഗൈസ്. പിന്നെ നമ്മൾ മറ്റേ ഡ്രാഗൺ തലം കാണിച്ചു തരാം ഗൈസ്. അത് മാസ് സാധനമാണ്, അത് പൊളിയാണ് കേട്ടോ. ഓക്കെ, അതിൽ വന്നിട്ട് 3 അബിലിറ്റീസ് ഉണ്ട്. ആദ്യത്തെ ഇത്തിരി കുഴപ്പമില്ല, രണ്ടാമത്തെ ഇത്തിരി, മൂന്നാമത്തെയാണ് മാസ് ഗൈസ്. ഓക്കെ, അത് ഇനി സ്കൾ ഗിറ്റാർ, അത് നോക്കിക്കോ. സ്കൾ ഗിറ്റാർ വന്നിട്ട് ഫ്രീ ഫയറിൽ മറ്റേ അലോക്ക് ഒരു ഇമോട്ട് ഇല്ല, അങ്ങനെ ഇമോട്ട് ഇടുന്ന സമയത്ത് മ്യൂസിക്കിൻ്റെ ഒക്കെ ചിഹ്നം പറന്നൊക്കെ പോവില്ല, അതിൻ്റെ കൂടെ ലൈറ്റൊക്കെ വരില്ല, അതിൻ്റെ ഒരു ഇതാണ് ഗൈസ്. പിന്നെ നമ്മൾ വന്നിട്ട് ഗ്രാവിറ്റി ബ്ലേഡ് ഉണ്ട്. അതിൽ 2 അബിലിറ്റി ഉണ്ട്. ഗ്രാവിറ്റി ബ്ലേഡ് ഒന്നാമത്തെ മാസ് സാധനം, രണ്ടാമത്തെയും കുഴപ്പമില്ല. ഇതേപോലത്തെ കുറേ വെപ്പൺസ് നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്.
അപ്പോൾ ഈ വെപ്പൺസൊക്കെ വെച്ച് നമ്മൾ PvP ഒക്കെ എന്തായാലും ചെയ്യുന്നതായിരിക്കും. PvPൻ്റെ വീഡിയോസ് നമ്മൾ ഇടാം ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്തോ. ഗിവ് അവേയിൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ വേണമെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗിവ് അവേയിൽ നമ്മൾ തരും. പിന്നെ നമ്മൾക്ക് അധികം മെത്തിക്കൽ ഫ്രൂട്ടും ഇല്ല. നിങ്ങളുടെ കയ്യിൽ കുറച്ച് മെത്തിക്കൽ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഒന്ന് തരണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെത്തിക്കൽ ഫ്രൂട്ടൊക്കെ കുറേ തന്നിട്ടുണ്ട്. എന്താ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ തന്നാൽ മതി. വേണം വെച്ചിട്ട് തരണ്ട, ഉണ്ടെങ്കിൽ തന്നാൽ മതി ഗൈസ്. ഒരു ഹെൽപ്പ്, ഞാൻ നിങ്ങൾക്കും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അത് കാരണമാണ് ഇത് ഞാൻ പറഞ്ഞ കാരണം. നിങ്ങൾ വേണം വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെത്തിക്കൽ ഫ്രൂട്ടൊന്നും കളയണ്ട. എന്നെ മാതിരി ഞാൻ കുറേ പേർക്ക് കൊടുത്ത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്തിരി കഴിഞ്ഞിരിക്കുകയാണ്. നിറയെ മെത്തിക്കൽ ഫ്രൂട്ട് ഉള്ളവർ വേണമെങ്കിൽ എനിക്ക് ഇത്തിരി തന്നാൽ മതി ഗൈസ്. നമ്മൾക്ക് ഇനി റോള് ചെയ്യാൻ പോകണം. സെക്കൻഡ് സീനിൽ പോയിട്ട് റോൾ ചെയ്യണം. തേർഡ് സീനും ഗാച്ചയൊക്കെ ഉണ്ട്. പക്ഷെ സെക്കൻഡ് സീനൊക്കെ ഒന്ന് പോയിട്ട് റോൾ ചെയ്യുന്ന സമയത്ത് മറ്റേ പഴയ ഇതൊക്കെ വരും, പഴയ മെമ്മറിയൊക്കെ കിട്ടും ഗൈസ്. മറ്റേ സെക്കൻഡ് സീൽ എത്തിയ സമയത്ത് ഇരിക്കുന്ന മെമ്മറിയൊക്കെ നമ്മൾക്ക് സെക്കൻഡ് സീൽ ഇപ്പോൾ പോയി കഴിഞ്ഞാലും കിട്ടും ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട സീ എന്നാൽ സെക്കൻഡ് സീ തന്നെയാണ്. പക്ഷേ തേർഡ് സീയും എനിക്ക് ഇഷ്ടമാണ്. ഫസ്റ്റ് സീയും തേർഡ് സീയും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ തേർഡ് സീയിൽ ഒരു ഐലൻഡിന് വേറൊരു ഐലൻഡിലേക്ക് പോകാൻ നല്ല ദൂരമാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾക്ക് ഈ എഗ്ഗ് വെച്ചിട്ട് ഷോപ്പിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. നമ്മൾ മറ്റേ വാലന്റൈൻസ് ഡേൻ്റെ അപ്ഡേറ്റിൽ ഹാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് സീൽ കഫേയിലൊക്കെ പോയിട്ട് എന്നാൽ ഷോപ്പിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ മേടിക്കില്ലേ, ആക്സസറി അങ്ങനത്തെ ഒന്നുമാണ് തോന്നുന്നു. എഗ്ഗ് നിറയെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഓരോ സാധനങ്ങൾ മേടിക്കാം. എനിക്ക് കൂടുതലും ഉള്ളത് ഇപ്പോൾ എഗ്ഗുകളാണ്. വാലന്റൈൻസിൻ്റെ ഹാർട്ടൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. ഹാർട്ട് അപ്ഡേറ്റ് ഇപ്പോൾ ആൾക്കാർ ചോദിക്കും, അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞില്ല പിന്നെ എന്തിനാണ് ഹാർട്ട് എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇനി വാലന്റൈൻസ് ഡേൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ ഹാർട്ട് നമ്മൾക്ക് ആവശ്യം വരും ഗൈസ്. അപ്പം എന്തായാലും നമ്മൾ സെക്കൻഡ് സീയിൽ പോയി ഹോൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് സീ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മളെപ്പോഴും പൈററ്റാണ്. അപ്പോൾ പൈററ്റിൻ്റെ നമ്മൾ ചൂസ് ചെയ്യും. നമ്മളെപ്പോഴും പൈററ്റാണ് ഗൈസ്. ഓക്കെ, ഇനി നമ്മൾക്ക് കഫേയിൽ പോകണം. പോർട്ടൽ ഫ്രൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റ സെക്കൻഡിൽ പോവായിരുന്നു. നേരെ പറയാനും കിട്ടുന്നില്ല. പോർട്ടൽ ഫ്രൂട്ടിന് ഞാൻ കളഞ്ഞു ഗൈസ്. കാരണം പോർട്ടൽ ഫ്രൂട്ട് കളഞ്ഞു മീൻസ് ഞാൻ വില കൊടുത്ത് കഴിച്ചില്ലേ. അപ്പോൾ പോർട്ടൽ ഫ്രൂട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പോയി. ഓക്കെ, നമ്മൾക്കിപ്പോൾ ഒരു എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വെനത്തിൻ്റെ റീവർക്കൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇപ്പോഴാണ് വെനത്തിൻ്റെ റീവർക്കൊക്കെ വരികയെന്നൊന്നും അറിയില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ വരും ഗൈസ്. ഓക്കെ, നമ്മൾക്കിപ്പോൾ എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. 600 നമ്മൾ തേർഡ് സീന്ന് നോക്കുന്ന സമയത്ത് 619 സെക്കൻഡ് സീൽ വന്ന് എഗ്ഗ് എടുത്തപ്പോൾ കൂടി. ഓക്കെ ഗൈസ്, ഇനി നമ്മൾക്ക് ഈ പാലം കിടക്കണം. ഈ പാലം കടന്നിട്ട് പോകണം ഗൈസ്. പാലം കടന്ന് പോകണം. അപ്പത്തന്നെ കഫേ എത്തുള്ളൂ. ഓക്കെ, കഫേൻ്റെ ഒക്കെ ഇത്തിരി ബോർഡർ എത്തിയിട്ടുണ്ട് ഗൈസ്. പറയാനും കിട്ടില്ല നേരെ. ഇതെന്താ ഒരിക്കൽ PvP ചെയ്യുന്നു. പിന്നെ ഗൈസ് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് വേറെ കാര്യങ്ങളിലൊന്നും പോയി തലയൊന്നും ഇടില്ല ഗൈസ്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ അതന്നെ നമ്മൾ ചെയ്യും. അല്ലാണ്ട് വേറെ ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒരു കാര്യത്തിൽ പോയി തലയില്ല. അത് തന്നെ ഒരുത്തം PvP ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടു കൊടുത്താൽ അവനെങ്കിലും ബൗണ്ടിയൊക്കെ കിട്ടട്ടെ. ഓക്കെ, ആദ്യം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം തന്നെ ഇത്തിരി ലക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഡ്രാഗൺ താലനിലെ കുറച്ച് അബിലിറ്റീസ് ഇട്ട് കൊടുക്കുക. ഇത്തിരി ദൂരെ പോയിട്ടൊക്കെ അടിക്കണം ഗൈസ്. ഇതിന് പ്രശ്നമാണ്. ഇതുമാതിരി വെറുതെ റിക്വസ്റ്റ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ നെവർ മൈൻഡ് കൊടുത്തിട്ടുണ്ട്. നെവർ മൈൻഡ്. ഓക്കെ, വെനത്തിൻ്റെ അബിലിറ്റി ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഇടണം. വനത്തിൽ ടോക്സിക് ഫോഗ് പറഞ്ഞ അബിലിറ്റി ഉണ്ട്. ട്രാൻസ്ഫോർമേഷൻ അബിലിറ്റികളൊക്കെ ഉണ്ട്. നമ്മൾക്ക് മറ്റേ സ്കൾ ഗിറ്റാറിൻ്റെ ഇതൊക്കെ ഇട്ടു സെറ്റാക്കി. നമ്മൾക്കിനി റോള് ചെയ്യാം ഗൈസ്. ഓക്കെ, ഒന്നും കൂടെ ഇടുക ഗൈസ്. സ്കൾ ഗിറ്റാറിൻ്റെ അബിലിറ്റി സാധനം. ഓക്കെ 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 ഇനി നമ്മൾക്ക് റോൾ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് റോൾ ചെയ്യാൻ പോവാണ്. പ്ലീസ് സംതിങ് ഗുഡ്. ഓക്കെ, ഗാച്ച എഗ് കിട്ടി ഗൈസ്. ബോംബൈ.
ഗാച്ച എഗ്ഗിൻ്റെ അകത്ത് കൂടെ പോയി അപ്പുറത്തെ ബോംബിൽ പോയി നിന്നു. എല്ലാം പോയി. നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് കഫേൻ്റെ നടുക്കന്നെ കൊണ്ടുപോയി ഇടുക ഗൈസ്. ഈ ബോംബ് ഫ്രൂട്ട് കഫേൻ്റെ നടുക്കന്നെ കൊണ്ടുപോയി ഇടുക. ഓക്കെ ഗൈസ്, നടുക്കന്നെ കൊണ്ടുപോയി ഇടുക കേട്ടോ. ഓക്കെ ഡ്രോപ്പ്. അറിയാണ്ട് ഈറ്റി കൊളുത്തിന് എന്താവും? വെനവും പോയി എല്ലാം പോയി ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ സാമാനങ്ങളൊക്കെ ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും പീസ് ഔട്ട്, ടേക്ക് കെയർ ഗൈസ്. പിന്നെ സമ്മർ വെക്കേഷൻ എന്തായാലും എൻജോയ് ചെയ്യുക.